നമസ്കാരം. ഒരു നാടിന്റെ സാംസ്കാരിക വളർച്ചയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. 1805 മുതൽ 1871 വരെയുള്ള 66 വർഷത്തെ ജീവിതത്തിനിടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്ന നവോദയ നായകൻ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ സുകുമാർ അരീക്കോട് പറഞ്ഞു, ചാവറയച്ചൻ ഒരു യുഗസ്രഷ്ടാവാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് കേരളീയ സമൂഹത്തിന് ശക്തിയും വെളിച്ചവും പകർന്ന ആളായിരുന്നു ചാവറയച്ചൻ. തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച കുടുംബമെന്ന സത്യത്തെ ലോകമുമ്പിൽ അവതരിപ്പിക്കുവാൻ ചവറിലൂടെ ചാവറയച്ചൻ പരിശ്രമിച്ചു. ആ നല്ല പിതാവ് മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. മക്കൾ സർവേശ്വരൻ തമ്പുരാൻ സൂക്ഷിപ്പാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിക്ഷേപമാകുന്നു. അതെ, മക്കളെ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ വളർത്തണമെന്നും അത് വിവിധ ഉദാഹരണങ്ങളിലൂടെ ആ അപ്പൻ പഠിപ്പിച്ചു. മാതാപിതാക്കളെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുവാൻ കുടുംബ കളരിയിൽ വെച്ച് തന്നെ പരിശീലനം നൽകണമെന്നും ആ അപ്പൻ പഠിപ്പിച്ചു. ആത്മാർത്ഥതയും സത്യസന്ധതയും കുഞ്ഞുങ്ങളുടെ കൈമുതലായിരിക്കണമെന്നും അത് കുടുംബങ്ങളിൽ നിന്ന് തന്നെ അവർ ശീലിക്കണമെന്നും കർശനമായി ആ അപ്പൻ നിർദ്ദേശിക്കുകയുണ്ടായി. കുട്ടികൾക്ക് സാധിക്കുന്ന ജോലികൾ ചെയ്ത് പഠിപ്പിക്കണം. ആ കാലത്തിന് മുമ്പേ ജനിച്ച മഹാപ്രതിഭാശാലിയായ ചാവറയച്ചൻ വരാൻ പോകുന്ന ലോകത്തെ മുൻകൂട്ടി കണ്ട ദീർഘദർശിയായിരുന്നു. ഓരോ കുഞ്ഞിലും രൂഢമൂലമാകേണ്ട സത്യസന്ധതയെക്കുറിച്ചുള്ള ചാവറയച്ചന്റെ സൂക്തങ്ങൾ വിസ്മരിക്കാനാകുകയില്ല. കട്ടവസ്തു ഒരു നാഴിക നേരത്തേക്കെങ്കിലും നിന്റെ വീട്ടിൽ വെച്ച് സൂക്ഷിക്കാൻ നീ അനുവദിക്കേണ്ട. കട്ടവസ്തു ഇരിക്കുന്ന വീട് കത്തിപ്പോകുമെന്ന് തമ്പുരാൻ അരുളി ചെയ്തിരിക്കുന്നു. ഒരിടയ്ക്ക് മോഷണം നടത്തിയ ഒരപ്പനുണ്ടായിരുന്നു. മരണസമയമായപ്പോൾ തന്റെയും ഭാര്യയുടെയും മക്കളുടെയും ആത്മത്തെ പിശാചിനെ ഏൽപ്പിച്ചിട്ട് മരിക്കുന്നു. കാരണം താൻ മോഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയായതിനാൽ തങ്ങളുടെ ആത്മാക്കൾ പിശാചിന്റെ പിടിയിലാണെന്ന് ആ അപ്പൻ പറഞ്ഞു പോലും. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഈ കഥ പറഞ്ഞു വയ്ക്കുമ്പോൾ കട്ടവസ്തു കത്തിപ്പോകുമെന്ന അദ്ദേഹത്തിന്റെ സൂക്തങ്ങൾ എത്രയോ അർത്ഥവത്താണ്. അതെ, ആ അപ്പൻ പറഞ്ഞു തന്ന നല്ല കാര്യങ്ങൾ സ്വന്തമാക്കി നമുക്ക് വളരാൻ സർവേശ്വരൻ കൃപ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.